ബംഗാളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റുമുട്ടൽ തുടരുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ സിബിഐക്ക് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കില്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. കേന്ദ്ര നീക്കത്തിനെതിരെ മമതയും മന്ത്രിസഭാംഗങ്ങളും സത്യഗ്രഹം തുടരുന്നു. അതേസമയം മമതയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇന്നലെ തുടങ്ങിയതാണ് ബംഗാളിലെ ഈ നാടകീയ രംഗങ്ങളും സംഭവ വികാസങ്ങളും. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്? തർക്കം തുടരുകയാണോ? പ്രിയ, ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച തർക്കം ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തന്നെ ബംഗാളിൽ തുടരുന്നു. ബംഗാളിൽ മമതാ ബാനർജി 8 മണിയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം ഇന്നും തുടരുക തന്നെ ചെയ്യും. മധ്യ കൊൽക്കത്തയിൽ അവരോടൊപ്പം മറ്റ് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടിയുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി മന്ത്രിസഭാ യോഗം ഈ സത്യാഗ്രഹ പന്തലിൽ നടത്തും എന്നാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. മമതാ ബാനർജി ഡെറിക് ഒബ്രോന്റെ നേതൃത്വത്തിൽ ഏകദേശം 15ഓളം പ്രതിപക്ഷ പാർട്ടികളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ സഭ ആരംഭിക്കുമ്പോൾ തന്നെ ബംഗാളിലെ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TMC MP-മാർ അടക്കമുള്ളവർ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങും. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കുമായിരിക്കും ഇന്ന് ലോക്സഭയും രാജ്യസഭയും സാക്ഷ്യം വഹിക്കുക. അതേസമയം CBIയും കേന്ദ്ര സർക്കാരുമാകട്ടെ മറ്റൊരു നീക്കമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും. ഇന്ന് രാവിലെ 10:30 ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിനു മുമ്പിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ വിഷയം പരാമർശിക്കും. CBIക്ക് പശ്ചിമ ബംഗാളിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഇത് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയ കേസാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ അന്വേഷണവുമായി ബംഗാളിൽ മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി CBIക്ക് കഴിയും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഈ കേസിൽ മറ്റൊരു നീക്കം കൂടി ഉള്ളത്, ഇത് പഴയൊരു കേസാണ്, മുമ്പേ അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതിനുശേഷമാണ് CBIക്ക് വിലക്ക് പശ്ചിമ ബംഗാളിൽ വന്നത്. മുൻപേ അന്വേഷിക്കുന്ന കേസുകൾക്ക് തുടർ പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു അനുകൂലമായ മറുപടി നൽകും എന്നാണ് CBIയും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പശ്ചിമ ബംഗാൾ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഒരു തരത്തിലും CBIക്ക് ഇത്തരം ഈ ശാരദാ ചിട്ടി ഫണ്ട് കേസുമായി പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല. നേരത്തെ മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ഒരു സിനിമാ നിർമ്മാതാവിനെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഇത് തടയിടാനൊന്നും മമതാ ബാനർജിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷമാണ് പശ്ചിമ ബംഗാളിൽ ഈ CBIയുടെ പ്രവർത്തന അനുമതി നിഷേധിച്ചത്. ഇന്നലെ ആകട്ടെ ഈ പോലീസ് കമ്മീഷണറുടെ അടുക്കൽ വരെ CBI എത്തി. സ്വാഭാവികമായും ആ അന്വേഷണം മമതാ ബാനർജിയുടെ വസതിയിലേക്കും നീളും എന്ന് ഉറപ്പാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ വലിയ സംഘർഷങ്ങൾക്കും ഒക്കെ കാരണം. BJP ആകട്ടെ മമതാ ബാനർജി അടിക്കാനുള്ള ഒരു വടിയായി ഈ ചിട്ടി ഫണ്ടിനെ കാണുന്നു. മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ BJP നേതാക്കൾക്കാർക്കും, ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഒഴികെ ബാക്കി BJP നേതാക്കൾക്കാർക്കും അവിടെ ഒരു റാലി നടത്താനോ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങാനോ അനുമതി നൽകിയിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയ തർക്കത്തിൽ ആരംഭിച്ചു. ഇപ്പോൾ അത് ഔദ്യോഗിക തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ വഷളായി മാറുകയാണ്. CBIക്കാകട്ടെ ഒരു പുതിയ ഡയറക്ടർ ചുമതലയേറ്റിട്ടില്ല. അദ്ദേഹത്തോട് അടിയന്തരമായി ചുമതലയേൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ചുമതല ഏൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മോദിയുടെ വിശ്വസ്തനായ നാഗേശ്വർ റാവു എന്ന ജോയിന്റ് ഡയറക്ടറുടെ കീഴിലാണ്. അപ്പോൾ തീർച്ചയായും സന്തോഷ്, ദയവായി തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PV തോമസ്, ഇന്നലെ തുടങ്ങിയതാണ് ബംഗാളിലെ ഈ പ്രശ്നങ്ങളും തർക്കങ്ങളും. ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സത്യഗ്രഹത്തിലേക്ക് വരെ പോയിരിക്കുന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ബംഗാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? ശ്രീ PV തോമസ്, കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം എന്ന് കരുതുകയാണ്. വീണ്ടും സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ്, എന്തായാലും ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന് വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. മമതാ ബാനർജി സത്യഗ്രഹം തുടരുകയാണ്. എന്തായാലും പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൽ മറ്റ് പാർട്ടികളുടെയും അതുപോലെ തന്നെ നേതൃത്വരുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയാണ്? പ്രിയ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ രാത്രി ഈ സംഭവം നടക്കുമ്പോൾ അവരോടൊപ്പം, അതായത് മമതാ ബാനർജിയോടൊപ്പം കഴിഞ്ഞ ജനുവരി 19 പശ്ചിമ ബംഗാളിൽ നടത്തിയ പ്രതിപക്ഷ പാർട്ടികളുടെ സംഗമത്തിൽ പങ്കെടുത്ത നേതാക്കളൊന്നും അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാനൊന്നും തയ്യാറായില്ല. ആദ്യം പ്രതികരിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്.
കേന്ദ്രം BJP ഉപയോഗിച്ച് മമതയെയും ബംഗാളിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, മമതയ്ക്ക് പിന്തുണ എന്നായിരുന്നു കേജ്രിവാളിന്റെ ട്വീറ്റ്. അതിനുശേഷം ചന്ദ്രബാബു നായിഡു മമതാ ബാനർജിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. പക്ഷെ ചന്ദ്രബാബു നായിഡു ശ്രീ പി വി തോമസ്, ബംഗാളിലെ സംഭവ വികാസങ്ങൾ അത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയതാണ് നാടകരംഗങ്ങൾ. എങ്ങനെയാണ് ഈ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്? ഇത് BJPയും പ്രതിപക്ഷവും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് കേൾക്കാത്തൊരു സംഭവമായി വളരാൻ പോവുകയാണ്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും മമതാ ബാനർജിയുടെ ഒപ്പം ഉണ്ട്. ഇതിന്റെ എല്ലാ ഒറ്റ കാര്യം ലോക്സഭാ ഇലക്ഷനാണ്. 2019 ലോക്സഭാ ഇലക്ഷനിൽ അവിടെ കാര്യമായി സ്വാധീനം ചെലുത്തുവാനായിട്ടുള്ള BJPയുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘടന വന്നിരിക്കുന്നത്. ഏതായാലും അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഒരു അസോൾട്ടാണ് ഇന്ത്യൻ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണം കൂടിയാണിത്. ഇതിലേക്ക് വലിച്ചൊഴിക്കലായിരുന്നു ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യം. ശരിയാണ്, അഴിമതിക്കെതിരായിട്ട് ഉള്ള ഒരു പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിനതിൻ്റെതായ വ്യവസ്ഥാപിതമായിട്ട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. ഏതായാലും സുപ്രീം കോടതിയിൽ വിളിച്ചിരിക്കുകയാണ്. അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മമതയുടെ പുറകിലുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെതിരായിട്ടുള്ള നമ്മുടെ മുമ്പോട്ട് പോകാനുള്ള ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ പി വി തോമസ്, ഏതാണ്ട് 5 കൊല്ലമായി യാതൊരു നടപടിയും എടുക്കാതിരുന്ന ഒരു കേസാണ് ഇത്. അതിലേക്കാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് BJP നടപടിയുമായി നീങ്ങിയിരിക്കുന്നത്. അതെ, അത് തന്നെയാണ് സംശയം ഉണ്ടാക്കുന്നത്. കാരണം ഇലക്ഷൻ വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ, എവിടെയെല്ലാം ഉണ്ടാക്കാമോ എന്നുള്ള കാര്യം അഖിലേഷ് യാദവിന്റെ പ്രശ്നമായാലും ശരി, മായാവതിയുടെ പ്രശ്നമായാലും ശരി, അതെല്ലാം ഇലക്ഷനോടനുബന്ധിച്ചുള്ള പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതിന് ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളെ അനാവശ്യമായിട്ട് വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് നടപടി കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും നിർത്തണം. നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഒരു ഫെഡറൽ സംസ്ഥാനം എന്ന രാജ്യം എന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എന്താണ് ഇതിന്റെ ശരിയായ കാര്യങ്ങൾ എന്നുള്ള കാര്യം ജനങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് നടപടി എടുക്കണം. പക്ഷെ അതിന് അതിൻ്റെതായ വ്യവസായികമായിട്ടുള്ള നീക്കങ്ങളുണ്ട്. അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യമാക്കിക്കൊണ്ട് BJP നടത്തുന്ന ഒരു ആക്രമണമാണ്, മുന്നേറ്റമാണ്, നീക്കമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പി വി തോമസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും സന്തോഷിലേക്ക് നീങ്ങുകയാണ്. സന്തോഷ്, എന്തായാലും ഇനി അടുത്ത നടപടി കാര്യങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകാൻ എന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? ഈ ഒരു വിഷയത്തിൽ സന്തോഷ് പറഞ്ഞുകൊണ്ടിരുന്നത് മമതയ്ക്കൊപ്പം പ്രതിപക്ഷ പാർട്ടികളൊക്കെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് എത്തുന്നുണ്ട് എന്നാണ്. തീർച്ചയായും പ്രിയ, ഇക്കാര്യത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് മമതാ ബാനർജിയുടെ കീഴിൽ NDA ഇതര കക്ഷികളെ അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഇതിനെ നേരിടുക. ഇതാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നീക്കം. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം എന്ന് പറയുന്നത് നിയമപരമായ നീക്കമാണ്. അത് CBI ഉന്നയിച്ച് സുപ്രീം കോടതി വഴി ഈ കേസുമായി മുന്നോട്ട് പോകുക. അതായത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷം ഇതിനെ നേരിടുമ്പോൾ നിയമപരമായി ഇത് നേരിടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം നടക്കുന്നത്. 10:30 സുപ്രീം കോടതിയിൽ ഈ കേസ് പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെ എതിർക്കാൻ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകരെയും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. തുടർവാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചാൽ അത് വലിയ വിജയമായി തന്നെ കേന്ദ്ര സർക്കാരിന് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ തുടർവാദവും സുപ്രീം കോടതി ഒരു സമയം നിശ്ചയിക്കും. കാരണം ഇതൊരു അടിയന്തര കേസായി പരിഗണിക്കണം എന്നാണ് ആവശ്യം. ഇപ്പോൾ ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തയ്യാറാക്കിയിരിക്കുന്ന നോട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസ് 2014 സുപ്രീം കോടതിയാണ് CBIക്ക് കൈമാറിയത്. ഇപ്പോൾ ഈ കേസുമായി CBI പശ്ചിമ ബംഗാൾ സർക്കാർ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ സഹകരിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ആവശ്യപ്പെടുക, ഇതാണ് ഇന്ന് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്ത് എതിർപ്പായിരിക്കും പശ്ചിമ ബംഗാൾ ഉയർത്തുന്നത് എന്ന് നോക്കണം. അതിനുശേഷമായിരിക്കും തുടർവാദം നിശ്ചയിക്കുക. അപ്പൊ നിശ്ചയിച്ചാൽ മാത്രമേ ഇവർ തമ്മിലുള്ള വാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും സുപ്രീം കോടതി തീരുമാനത്തിലെത്തുകയും ചെയ്യുള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷ CBIക്ക് ഉണ്ട്. കാരണം ഇന്നലെ 5 CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തെങ്കിലും രാത്രിയോടെ അവരെ വിട്ടയച്ചു. ഈ 5 പേര് ഇപ്പോഴും തടങ്കലിലാണെങ്കിൽ അത് ഉയർത്തിയൊരു വാദം CBIക്ക് കഴിയുമായിരുന്നു. പക്ഷെ പ്രതിപക്ഷമാകട്ടെ ഇതിനെ കാണുന്നത് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഇന്നലെ രാത്രിയാണ് ബംഗാളിൽ അരങ്ങേറിയ നാടക സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്?
സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. അത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ആ ഇടപെടൽ. അത് ആർക്ക് അനുകൂലമായാലും ആർക്ക് പ്രതികൂലമായാലും ആത്യന്തികമായി ഇതിലൊരു രാഷ്ട്രീയ വശമുണ്ട്. ആ രാഷ്ട്രീയ വശം എന്നത് തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി അവശേഷിക്കെ തീർച്ചയായും ഒരു രക്തസാക്ഷിത്വ പരിവേഷം മമതാ ബാനർജിക്ക് വീട് കിട്ടിയിരിക്കുകയാണ്. അത് അവർക്ക് അനുവദിച്ചു നൽകണമോ വേണ്ടയോ എന്നുള്ളതായിരിക്കും BJPയുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ടിവിടെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തീർച്ചയായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ധർണ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിൽ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു നിയമപ്രശ്നത്തിൽ ഫെഡറലിസമൊക്കെ ഉൾപ്പെടുന്ന വലിയ വിഷയമാണത്. പക്ഷെ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഈ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടലിന് ആണ് കേന്ദ്രം തുനിയുന്നതെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ വിജയിക്കുന്നതും അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതും മമതാ ബാനർജി തന്നെയായിരിക്കും. തീർച്ചയായും ഇവിടെ മമത പറയുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് മോദി ബംഗാളിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് ശ്രമിക്കുന്നത്. കാരണം ഏകദേശം 5 വർഷത്തോളം യാതൊരു നടപടിയും എടുക്കാതിരുന്ന ഒരു കേസാണ് ഈ ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പോൾ BJP നടപടിയുമായി മുൻപോട്ട് എത്തിയിരിക്കുന്നത്. ഇതിലൂടെ മോദി ലക്ഷ്യമിടുന്നത് ഒരു അട്ടിമറിയാണ് എന്ന മമതയുടെ ആരോപണം. അതിനെ എങ്ങനെ നമുക്ക് വീക്ഷിക്കാം? കാരണം ബംഗാളിൽ ഏറെക്കുറെ ഒരു സർവാധിപതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് മമതാ ബാനർജി. അവർക്കെതിരെ കാര്യമായ ഒരു ആക്ഷേപം, ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കഴിഞ്ഞിട്ടില്ല. ശാരദാ ചിട്ടി ഫണ്ട് ഒരു പ്രധാനപ്പെട്ട കേസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെതായ അന്വേഷണം വഴിക്ക് പോകണമായിരുന്നു. അത് ഒരു തന്ത്രപൂർവ്വം അത് മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു നിയമം അനുവദിക്കുന്ന രീതിയിൽ. അതിനു പകരം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ അത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമായിരുന്നു എന്ന് BJPക്ക് ഖേദിക്കേണ്ടി വരും. തീർച്ചയായും വളരെ നന്ദി സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളുടെ പ്രതികരിച്ചതിന്. സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ്, ഇപ്പോൾ അതുതന്നെയാണ് പ്രധാന വിഷയം. ഇത്രയും വർഷം നീണ്ടുനിന്ന ഒരു കേസാണ് ഇത്. 5 വർഷത്തോളം ഇതിൽ യാതൊരു അനക്കവും ഇല്ലാതെ നിന്നിരുന്ന ഒരു കേസ്. അതിലാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു നടപടിയുമായി BJP രംഗത്ത് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും പറയുന്നത് പോലെ ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയുമായി BJP മുൻപോട്ട് എത്തിയിരിക്കുന്നത്. അതിൽ മമത പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മോദി ഒരു അട്ടിമറി നടത്താൻ ശ്രമിക്കുകയാണ് ബംഗാൾ എന്നാണ്. ഈ ഒരു വിഷയം ഇപ്പോൾ മമതയുടെ ഈ ആരോപണം, ഒപ്പം തന്നെ BJP ഈ ഒരു കേസിൽ ഇപ്പോൾ പെട്ടെന്ന് എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി, ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? പ്രിയ, ഇത് രാജ്യത്തിന്റെ ഒരു പഴയ ചരിത്രം കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കണം. എപ്പോഴും അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ CBI ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് പതിവാണ്. പ്രത്യേകിച്ച് 2010 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ തന്നെ അന്നത്തെ നിയമസഭാ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് CBI സൊറാബ്ദീൻ കേസിൽ നരേന്ദ്രമോദിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നീങ്ങുന്നത്. അന്ന് നരേന്ദ്രമോദി നൽകിയ ബൈറ്റ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസിദ്ധമാണ്. കോൺഗ്രസ് സർക്കാർ CBI ഉപയോഗിച്ച് സൊറാബ്ദീൻ കേസിൽ തന്നെ വേട്ടയാടുന്നു എന്നാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് 2019 ഇന്നലെ രാത്രി മമതാ ബാനർജിയുടെ വാക്കുകളും അത് തന്നെയായിരുന്നു. അവരും പറഞ്ഞത് ഈ ചിട്ടി ഫണ്ട് കേസിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി തന്നെ CBI ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നാണ്. അപ്പൊ ഇതൊരു പതിവാണ് ഇന്ത്യയിൽ. പലപ്പോഴും CBI ഉപയോഗിച്ച് ഇത്തരമുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്താറുണ്ട്. പക്ഷെ അതെപ്പോഴും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ തിരിച്ചടി നൽകാറുണ്ട്. കാരണം ഇപ്പോൾ പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ 2014 സുപ്രീം കോടതി CBIക്ക് നൽകിയൊരു കേസാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ അത്തരം ഒരു നീക്കം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, മമതാ ബാനർജിയുടെ വിശ്വസ്തരായ പല മന്ത്രിമാർക്കും ഈ കേസിൽ പങ്കുണ്ടാവുകയും അവർക്കെതിരെ അറസ്റ്റ് നടപടികളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി. ഇപ്പോൾ അത് മാറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ വന്നു. കാരണം അവരിൽ പലരും ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറി BJP അംഗത്വം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നീക്കമായി മാറുന്നു. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് ഇത്. അത് പക്ഷെ മമത ഈ രീതിയിലല്ല തടയേണ്ടിയിരുന്നത്. കാരണം CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി അതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ കോട്ടം തന്നെയാണ്. മമതയും മോദിയും പരസ്പരം ഇങ്ങനെ വാഗ്വാദങ്ങളും വെല്ലുവിളികളും നടത്തുമ്പോൾ അത് ആത്യന്തികമായി അത് നഷ്ടമുണ്ടാക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെയാണ്, അവിടുത്തെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് തന്നെയാണ്. പ്രിയ, സന്തോഷ്, ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു വിഷയം തന്നെയായിരിക്കും പാർലമെന്റിലെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്.
പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. പാർലമെന്റിലേക്ക് ഈ ഒരു വിഷയം പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്ന് അവിടെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ? പ്രിയ, ലോക്സഭയിൽ TMCയുടെ പാർലമെന്ററി നേതാവ് ഡെറിക് ഒബ്രാനാണ്. ഡെറിക് ഒബ്രാൻ ഇന്നലെ തന്നെ ഏകദേശം 11ഓളം പ്രതിപക്ഷ പാർട്ടികളെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പിന്തുണയും സഹകരണവും നൽകണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേരത്തെ 22 പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തിക്കൊണ്ട് ബംഗാളിൽ നടത്തിയ റാലിയിൽ പല നേതാക്കളും പങ്കെടുത്തു. ആ നേതാക്കളുമായി വരെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്സഭ ചേരുമ്പോൾ തന്നെ ഈ വിഷയം ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മറ്റു പ്രതിപക്ഷ പാർട്ടികളും പിന്തുണയുമായി എത്തും. ഇന്നലെ രാഹുൽ ഗാന്ധി ഈ പിന്തുണയ്ക്ക് ട്വീറ്റ് ചെയ്തതുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ 43 MLA ഇക്കാര്യത്തിൽ മമതാ ബാനർജിക്കൊപ്പം നിൽക്കും എന്ന് ഉറപ്പ്. ലോക്സഭയിൽ അത് വലിയ വാഗ്വാദങ്ങൾക്ക് തന്നെ ഇടയാക്കും. കാരണം ഇപ്പോഴെന്ന് പറയുന്നത് സഭയുടെ അവസാന കാലഘട്ടമാണ്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ സഭാ ദിനമാണ്. ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ളവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയത്തിലേക്ക് കടക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോക്സഭ എന്തായാലും ചേരാനുള്ള സാധ്യത കുറവ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ അണിനിരക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. രാജ്യസഭയിലും ഇത് വലിയ പ്രതീക്ഷ. കാരണം രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് അംഗബലം കൂടുതൽ. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നേരത്തെയൊക്കെ അദ്ദേഹത്തിന്റെ ഹെഡ്മാസ്റ്റർ ചിട്ടയോടൊക്കെ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് അത് നടക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം സഭാ കാലയളവും ലോക്സഭയിലും ഇതോടുകൂടി തീരുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഇനി ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. എല്ലാ രാഷ്ട്രീയ ശക്തിയും ഉപയോഗിച്ചിട്ടുള്ള പോരാട്ടമായിരിക്കും പ്രതിപക്ഷ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കാളീശ്വരൻ രാജ്, ഈ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ബംഗാളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ജനിച്ചിട്ടുള്ള രാഷ്ട്രീയ മൂല്യങ്ങളെ കേന്ദ്രം എങ്ങനെ ചവിട്ടി അരക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. ഈ കാര്യത്തിൽ 2-3 പ്രധാനപ്പെട്ട നിയമവശങ്ങളുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ CBI എന്ന് പറയുന്നത് രാജ്യത്തെ ഏത് സംസ്ഥാനത്തും ഏത് പ്രദേശത്തും എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് ആർക്കെതിരെ എന്ത് നടപടിയും എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമേ അല്ല. CBI യഥാർത്ഥത്തിൽ ഫെഡറൽ കെട്ടുറപ്പിന്, ഫെഡറൽ സംവിധാനത്തിന് അനുസൃതമായി വിധേയമായി മാത്രം പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് 1946 ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം വരുന്നത്. പക്ഷെ ആ നിയമത്തിൽ പോലും CBIക്ക് ഒരു സംസ്ഥാനത്തെ കേസ് ഏറ്റെടുക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ അനുമതി വേണം. സംസ്ഥാനത്തിന്റെ അനുമതി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഉണ്ടെങ്കിൽ മാത്രമേ CBIക്ക് ഒരു പ്രത്യേക സംസ്ഥാനത്ത് അധികാരം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് 1946 നിയമം തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ബംഗാളിന്റെ കാര്യത്തിൽ ഇന്ന് പിൻവലിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയാണുള്ളത്. അതിലുപരി കൽക്കത്ത ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേ ഉത്തരവ് ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഇന്നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന പേര് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. പക്ഷെ ആ കാര്യത്തിൽ യാതൊരു ക്ലാരിഫിക്കേഷനും ഹൈക്കോടതിയിൽ നിന്ന് ചോദിക്കാതെ നേരിട്ട് കേന്ദ്രത്തിന്റെ ആളുകളായി വന്ന് സംസ്ഥാനത്ത് ഈ തേർവാഴ്ച നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് 1946 നിയമത്തിന്റെ തന്നെ അന്തസത്തക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. തികച്ചും നിയമവിരുദ്ധമായ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന, ഫെഡറൽ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഏകാധിപത്യപരമായ നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഇവിടെ CBI കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകം എന്നുള്ള നിലയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്, ദുരുപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥ വളരെ അപകടകരമായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്. ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്, ജനാധിപത്യപരമായ പ്രശ്നം കൂടിയാണ്.
ശ്രീ കളീശ്വരൻ രാജ്, ഈ ഒരു കേസിൽ നേരത്തെ സംസ്ഥാനം അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഈ അടുത്ത സമയത്താണ് അത് പിൻവലിച്ചത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിജ്ഞാപനം അതിനെക്കുറിച്ച് അത് ആദ്യം സംസ്ഥാനം അനുവദിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത്? ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിജ്ഞാപനത്തിന്റെ പ്രസക്തിയാണ് നാം ആദ്യം കാണേണ്ടത്. വിജ്ഞാപനത്തിന്റെ പ്രസക്തി ഈ രണ്ട് വിജ്ഞാപനം 946 നിയമത്തിൽ 3-ാം വകുപ്പ് അതുപോലെ 5-ാം വകുപ്പ് ഇവയാണ് വിജ്ഞാപനങ്ങളെ കുറിച്ച് പറയുന്നത്. വിജ്ഞാപനം എന്തിനാണ്? വിജ്ഞാപനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയാണ്. അല്ലാതെ കേവലം ഒരു സാങ്കേതിക പ്രയോഗം മാത്രമല്ല. അത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രസേനയായ ഇല്ലെങ്കിൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിൽ രൂപീകൃതമായ കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു സ്ഥാപനത്തിന് ഒരു സംസ്ഥാനത്തേക്ക് വന്ന് ആ സംസ്ഥാനത്തിന്റെ പരിഗണനാ വിഷയമായിട്ടുള്ള ഭരണഘടനയുടെ 7-ാം വകുപ്പ് അനുസരിച്ച് ക്രമസമാധാനം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ക്രിമിനൽ നടപടിക്രമം പോലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് കൂടി സേയുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കൂടി പങ്കുള്ള, സംസ്ഥാനത്തിന് കൂടി റോളുള്ള വിഷയങ്ങളാണ്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഏകപക്ഷീയമായിട്ട് ഒരു കേന്ദ്ര സംവിധാനത്തിന് ഇടപെടാൻ പാടില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. ആ അനുമതി വാക്കാൽ പോരാ, അത് വിജ്ഞാപനം മുഖേന വേണം എന്നതാണ് നിയമത്തിന്റെ താല്പര്യം. ആ താല്പര്യമാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ താങ്കൾ ചോദ്യത്തിൽ ശരിയായി സൂചിപ്പിച്ചതുപോലെ ആദ്യം വിജ്ഞാപനം വന്നു, പിന്നീട് ആ വിജ്ഞാപനം റദ്ദായി. വിജ്ഞാപനം റദ്ദായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കാര്യത്തിൽ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ കേന്ദ്രത്തിന്റെ ഏജൻസി ആയിട്ടുള്ള CBIക്ക് സംസ്ഥാനത്ത് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സമീപനം ഉണ്ടാകണമെങ്കിൽ കോടതികളുടെ ഉത്തരവുണ്ടാകണം. ഇവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളരെ അമൂർത്തമായിട്ടുള്ള ഉത്തരവാണ്. മൂർത്തമായിട്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത് കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നാണ്. കൽക്കത്ത ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുകയാണ് CBIക്കെതിരായിട്ട്. അപ്പൊ ആ സ്റ്റേ ഈ രാജീവ് കുമാറിന്റെ കാര്യത്തിൽ ബാധകമാണോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ആ അവ്യക്തത തീർക്കുവാൻ വേണ്ടി കോടതിയെ സമീപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്, CBI ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞിട്ടുള്ള കാര്യം, അഭിഷേക് മനു സിംഗ്വി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശരിയാണ്. കാരണം ഹൈക്കോടതിയിൽ ഈ കാര്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ പരിഗണനാ വിഷയമായി വന്നിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഏകപക്ഷീയമായി സ്വന്തം തീരുമാനമനുസരിച്ച് അതും ഒരു ഞായറാഴ്ച കോടതിയെ പോലും സമീപിക്കാൻ പറ്റാത്ത ഒരു സമയം നോക്കി ഈ രീതിയിലൊരു തേർവാഴ്ച ഏകപക്ഷീയമായി നടത്തിയത് ഒരു ഇലക്ടഡ് ഗവൺമെന്റ്, സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ സ്വച്ഛന്തതയെ, അവരുടെ ഭരണാവകാശത്തെ, അവരുടെ അധികാരത്തെ, അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ഒക്കെ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ്. വിജ്ഞാപനത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ, അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ഫെഡറലിസ്റ്റ് തത്വങ്ങൾക്ക് ഘടകവിരുദ്ധവുമാണ് എന്ന് പറയേണ്ടി വരുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ വിജ്ഞാപനത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു സംഭവ വികാസം ഇന്നലെ അവിടെ അരങ്ങേറിയപ്പോൾ ഇപ്പോൾ ഇന്ന് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ? കാരണം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ വിജ്ഞാപനത്തിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ BJP അവിടെ എടുത്തത് ബംഗാളിൽ. ഞാനും അത് കാത്തു നിൽക്കുകയാണ്. ഇന്ന് 10:30 മണിയോട് കൂടിയിട്ട് ഈ കാര്യം ആരെങ്കിലും പരാമർശിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ കേന്ദ്രത്തിന്റെ തേർവാഴ്ചകൾ അവ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കോടതികളും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും തങ്ങളുടെ വളരെ നിക്ഷിപ്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുന്ന പ്രവണത തുടരും. അത് നമ്മുടെ സ്ഥാപനങ്ങളെ തകർത്തും, ജനാധിപത്യ സ്ഥാപനങ്ങൾ, അംബേദ്കർ അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, വ്യക്തികളെക്കാളും പ്രധാനമാണ് ജനാധിപത്യത്തിൽ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല. ഈ കാര്യം കോടതികളും പരിശോധിക്കേണ്ടതാണ്, കോടതിയും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകളെ, ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതകളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണക്കുകയാണെങ്കിൽ
അത് കോടതിയാണെങ്കിൽ പോലും പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഈ രാജ്യത്തുണ്ടാക്കുക, നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുക. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ കോടതിയും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ജാഗ്രത കാണിക്കും, ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ജാഗ്രത കോടതിയും കാണിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. പക്ഷെ കാര്യങ്ങൾ എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. തീർച്ചയായും വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് കാളേശ്വർ രാജ് ഞങ്ങളുടെ ഈ അവസരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ്, ഇപ്പോൾ നമ്മൾ കേട്ടു ശ്രീ കാളേശ്വരൻ രാജിന്റെ പ്രതികരണം. ഭൂരിഭാഗം ആളുകളും പറയുന്ന പ്രധാന ആരോപണം അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു കാര്യം ഏകപക്ഷീയമായ ഒരു കേന്ദ്ര സർക്കാരിന്റെ തേർവാഴ്ച അതാണ് ഇന്നലെ ബംഗാളിൽ നടന്നത് എന്നാണ്. ഒരു വിജ്ഞാപനത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള സംഭവം, അതിനെ ധിക്കരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു നടപടി, അങ്ങനെ തന്നെയാണ് എല്ലാവരും വിമർശിക്കുന്ന ഒരു പ്രധാന ആരോപണം. പ്രിയ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുമ്പ് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ നിലവിലുണ്ട്. ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം CBI ഏറ്റെടുക്കുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാരുകളുടെ അനുമതി സംബന്ധിച്ച് ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ പല വിധികളിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ CBI വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ആവശ്യമില്ല എന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ കേസിൽ ഇതിനു മുമ്പും ഈ മറ്റു പലരെയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ CBIയുടെ അനുമതി റദ്ദാക്കിയതിനു ശേഷം അത്തരം നടപടികൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ CBI പറയുന്നത്. ഇന്നലെയും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനല്ല തീരുമാനിച്ചിരുന്നത്, രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ സമൻസ് അയച്ചിരുന്നു. സ്വാഭാവികമായും സമൻസ് കൈപ്പറ്റിയ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ CBIക്ക് അനുമതിയില്ല എന്നത് അറിയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ മറുപടി നൽകാമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മറുപടിയും കമ്മീഷണർ നൽകിയില്ല. മാത്രമല്ല, അദ്ദേഹം 3 ദിവസം ഒളിവിൽ പോവുകയാണ് ചെയ്തത്. അതാണ് ഇത്തരമൊരു അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് നാഗേശ്വർ റാവു എന്ന ജോയിന്റ് ഡയറക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാറണ്ട് ഒന്നും CBIയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ CRPCയുടെ വകുപ്പ് സെക്ഷൻ 156(1) പ്രകാരം വാറണ്ട് ഇല്ലാതെ തന്നെ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയും. അത് പ്രകാരമാണ് CBI ഉദ്യോഗസ്ഥർ ഇന്നലെ എത്തിയതെന്നാണ് ഈ CBIയുടെ ഇപ്പോഴത്തെ താൽക്കാലിക ചുമതലയുള്ള ഡയറക്ടർ പറയുന്നത്. ഇത് ഒരു ഭാഗത്താണ്. പക്ഷേ മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് എതിർപ്പ് ഉന്നയിക്കാം. കാരണം പശ്ചിമ ബംഗാളും ചന്ദ്രബാബു നായിഡുടെ ആന്ധ്രാപ്രദേശും CBIയുടെ അനുമതിയൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവിടെ പ്രവർത്തിക്കാൻ നേരത്തെ തന്നെ ഈ സുപ്രീം കോടതിയെ CBIക്ക് സമീപിക്കാമായിരുന്നു. കാരണം 2014 CBIയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ഈ ചിട്ടി ഫണ്ട് കേസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ഈ കേസ് CBI ഏറ്റെടുക്കുന്നത്. അപ്പോൾ പ്രവർത്തന അനുമതി നിഷേധിക്കുകയും തങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാൻ പോലും കഴിയുകയില്ല എന്ന കാര്യം CBIക്ക് സുപ്രീം കോടതിയെ അറിയിച്ചുകൊണ്ട് പ്രത്യേക അനുമതി നേടിയെടുക്കാമായിരുന്നു. അങ്ങനെ ഒരു നിയമവഴിക്കൊന്നും പോകാതെ ഇന്നലെ രാത്രിയോടുകൂടി, പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം നമുക്കറിയാം, ഈ ചൂണ്ടിക്കാണിച്ച പോലെ ഞായറാഴ്ചയാണ്, അങ്ങനത്തെ ഒരു ദിവസം നോക്കി പ്രവർത്തിക്കുക, പോലീസ് കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികതയുണ്ട്. എന്തായാലും മമതാ ബാനർജി ഇപ്പോൾ സേവ് ഡെമോക്രസി എന്ന പേരിൽ ആരംഭിച്ച ധർണയിലൂടെ പശ്ചിമ ബംഗാളിൽ പൊതുവേ ഉള്ള, നമുക്കറിയാം അവിടെ ഒരു ബംഗാളിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ജനതയാണുള്ളത്. ആ പ്രൗഡ് ഉണർത്താനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവരോടൊപ്പം തന്നെ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ പല സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നിര ഒന്നടങ്കം മമതാ ബാനർജിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയമായി ഉണരാനുള്ള ഒരു അവസരം കൂടി BJP ഇതുവഴി ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. BJPയുടെ പല നേതാക്കളും മമതാ ബാനർജി CBIയെ തടഞ്ഞതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ മമതാ ബാനർജിക്ക് ഇത് രാഷ്ട്രീയമായ ഒരു നേട്ടം കൊയ്യാനുള്ള ഒരു അവസരമായി മാറുകയും ചെയ്തിരിക്കുന്നു. സതോഷ്, ഒപ്പം തന്നെ ഗവർണർ ഇപ്പോൾ DGPയോടും ചീഫ് സെക്രട്ടറിയോടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിലുള്ള തുടർ നടപടികളെ കുറിച്ചും അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള സൂചന നൽകിയിട്ടുണ്ടോ? ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിലുണ്ടായ പ്രതികരണം എന്താണ്? പ്രിയ, അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇന്നലെ CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ CBIയുടെ ഡൽഹിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പിന്നെ ബന്ധപ്പെടാൻ ആകെ കഴിയുന്നത് ഗവർണറെയായിരുന്നു. അവർ ഇന്നലെ രാത്രി തന്നെ ഗവർണറെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ജോയിന്റ് ഡയറക്ടർ എന്ന ഇപ്പോഴത്തെ താൽക്കാലിക ചുമതല വഹിക്കുന്ന നാഗേശ്വർ റാവു തന്നെ ഗവർണറുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്.
പക്ഷേ ഗവർണറുമായി സംസാരിച്ചതിന് ശേഷമാണ് കേന്ദ്രസേനയായ CRPF-നെയൊക്കെ ബംഗാളിൽ വിന്യസിച്ചത്. അവിടുത്തെ കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള CBIയുടെ ജോയിന്റ് ഡയറക്ടറുടെ വസതി അതിനു മുമ്പ് ബംഗാൾ പോലീസ് വളയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ എന്ന രീതിയിൽ ഗവർണറുടെ കൂടി അനുമതിയോട് കൂടിയാണ് CRPF-നെ അവിടെ വിന്യസിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും CBIയുടെ ആസ്ഥാനവും മറ്റു CBI ഉന്നത ഉദ്യോഗസ്ഥന്റെ വസതികളും CRPF ആണ് സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഇനി പരാതി ലഭിച്ച സാഹചര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കാതെ ഇരിക്കാൻ കഴിയുകയില്ല. അതാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഇന്ന് തന്നെ അതിന് മറുപടി നൽകും എന്നാണ് പ്രതീക്ഷ. പക്ഷെ ഗവർണർക്ക് ഇനി അത് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് ഇനി നൽകാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ്. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകാം അദ്ദേഹത്തിന്. പക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണറോട് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹത്തോട് ഫോണിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സംസാരിച്ചു എന്ന് മാത്രമാണ് അവസാനം വരെ ലഭിക്കുന്ന വിവരം. പക്ഷെ അങ്ങനെ റിപ്പോർട്ട് തേടിയാൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകാം. അത് ആഭ്യന്തര മന്ത്രാലയം ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും. പക്ഷെ എല്ലാവരും ഈ 10:30 സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നതിന് ശേഷം തീരുമാനമെടുക്കാം എന്നായിരിക്കും കാത്തിരിക്കുന്നത്. ശരി, ബംഗാളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ CBIക്ക് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കില്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം കേന്ദ്ര നീക്കത്തിനെതിരെ മമതയും മന്ത്രിസഭാംഗങ്ങളും സത്യഗ്രഹം തുടരുകയാണ്. മമതയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഈ ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതി 10:30 പരിഗണിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. ഇടവേള. അഭിമന്യു വധക്കേസിൽ വിചാരണയുടെ പ്രാരംഭ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. ഇതിന്റെ ഭാഗമായി കേസിലെ മുഴുവൻ പ്രതികളോടും ഇന്ന് ഹാജരാകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ ആദ്യം പിടിയിലായ 16 പേരുടെ വിചാരണയ്ക്കുള്ള പ്രാരംഭ നടപടികളാണ് ഇന്ന് തുടങ്ങുക. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേർക്കെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. JI മുഹമ്മദ്, ആരിഫ് ബിൻ സലീം, റിയാസ് ഹുസൈൻ ഉൾപ്പെടെ 16 പ്രതികൾ നേരത്തെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. കൊലക്കുറ്റം, വധശ്രമം, അന്യായമായ സംഘം ചേരൽ, ഗൂഢാലോചന, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇവരുടെ വിചാരണ തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇന്ന് നേരിട്ട് ഹാജരാകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യത്തിൽ കഴിയുന്ന പ്രതികൾക്ക് ഹാജരാകാൻ സമൻസ് നൽകാൻ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഹാജരാക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. മുഴുവൻ പ്രതികളും ഹാജരായാൽ കോടതി തയ്യാറാക്കുന്ന കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് കേട്ട ശേഷം വിചാരണ തുടങ്ങുന്ന തീയതി കോടതി പ്രഖ്യാപിക്കും. 16 പ്രതികളെ ഉൾപ്പെടുത്തിയ കുറ്റപത്രത്തിൽ 125 സാക്ഷികളുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. അഭിമന്യുവിനെ കുത്തിയവരുൾപ്പെടെ ഏതാനും പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. അവരെ പിടികൂടുന്ന മുറയ്ക്ക് 2ാം ഘട്ട കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 2 പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിന്റെ പിൻഗേറ്റിന് സമീപം ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണം, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5% മുഴുവൻ സ്ലിപ്പുകളും എണ്ണണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കും. ബാലറ്റിലേക്ക് മടങ്ങണമെന്ന വിവിധ പാർട്ടികളുടെ ആവശ്യം സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിവിപാറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി കമ്മീഷനെ പാർട്ടികൾ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന 20ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് EVM വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനമെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും EVM ഹാക്കിംഗിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു യോഗം. വഞ്ചകരല്ലാത്തവർ പാർലമെന്റിൽ എത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുത്തയാൾ അവിടെ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പുവേണമെന്നും ആ ഉറപ്പ് ഇടതുപക്ഷത്തിന് മാത്രമേ നൽകാനാകൂവെന്നും പിണറായി ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു. കേന്ദ്രത്തിൽ കോൺഗ്രസ്, BJP ഇതര സർക്കാരാണ് വരേണ്ടത്. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യം പൂർണ്ണ നാശത്തിലേക്ക് നീങ്ങുമെന്നും ശബരിമല വിഷയത്തിൽ സർക്കാർ വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ തങ്ങളുടെ നിലപാട് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസായ BRB ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഞ്ചകരല്ലാത്തവർ പാർലമെന്റിലേക്ക് പോകണം. പിന്നെ ഞാൻ തെരഞ്ഞെടുത്ത പ്രതിനിധി അവിടുന്ന് മാറിക്കളിയോ, ഞാൻ അയച്ച അതേ നിലയിൽ നിൽക്കുമോ എന്ന് ആശങ്കപ്പെടാൻ ഇടവരരുത്. അത്തരം ആളുകളെ അയക്കണം. അത്തരം ആളുകൾ ഇടതുപക്ഷക്കാർ മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യപരമായ സ്ഥാനാർത്ഥികൾ മാത്രമേ ഉണ്ടാവൂ. ഈ നില നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. അതിനെ തകർക്കാൻ നോക്കുന്നവരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം.
KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സംസ്ഥാന ജാഥ ജനമഹായാത്ര കാസർഗോഡ് നിന്ന് പ്രചരണം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടത്തുന്ന ഈ രാഷ്ട്രീയ വിശദീകരണ ജാഥ ഈ മാസം 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പ്രവർത്തക സമിതി അംഗം AK ആന്റണി ജനമഹായാത്ര ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. MP, MLA മാർ, UDF നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. 2019 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം കുരുക്ഷേത്ര യുദ്ധമാണെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്ത AK ആന്റണി പറഞ്ഞു. കൗരവപ്പടയെ നരേന്ദ്രമോദി നയിക്കുന്ന കൗരവപ്പടയെ നിലംപരിശാക്കുവാൻ ചിഹ്ന ഭിന്നമാക്കാനുള്ള പടയുടെ നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കോട്ടയം ഇക്കുറി ആരുടെ കോട്ടയാകും? ഇടതു വലതു മുന്നണികൾ ഒരേപോലെ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും കുറവില്ല. ഉറച്ച വിശ്വാസം പെട്ടിയിൽ വോട്ടാകുമോ എന്ന് BJPക്കും ഉറപ്പില്ല. കോട്ടയം ജില്ലയിലെ പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾക്കൊള്ളുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഭാവിയിലെ മന്ത്രിസ്ഥാനം കണ്ട് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മാറിയത് മണ്ഡലത്തെ അനാഥമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ മണ്ഡലം പിന്തള്ളപ്പെട്ടതിന് ഇതൊരു കാരണമായെന്ന് പഴി പറയുന്നവർ മാണിയുടെ പാളയത്തിൽ തന്നെയുണ്ട്. ബാർക്കോഴ വിവാദം, കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ എന്നിവ മാണിക്കെതിരെ UDF-ൽ സൃഷ്ടിച്ച ഇഷ്ടക്കുറവ് പെട്ടെന്ന് മാറുകയുമില്ല. കേരള കോൺഗ്രസിലെ ഭിന്നത, മാണി ജോസഫ് തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ, ബാർക്കോഴ ആരോപണം, UDF-ൽ കോൺഗ്രസിനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഉലച്ചിൽ, ഇതൊക്കെ തന്നെ ഈ സീറ്റിൽ ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കേരള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. 1952 മുതൽ നടന്ന 16 പൊതുതെരഞ്ഞെടുപ്പുകളിൽ 5 തവണ കോട്ടയം ഇടതിനൊപ്പം നിന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ മികച്ച പ്രകടനം നടത്താൻ ഇടതുപക്ഷത്തിനായി. ജില്ലാ പഞ്ചായത്തിലെ ഇടതുമുന്നണി അംഗസംഖ്യ 4-ൽ നിന്ന് 8ആയി. ജില്ലയിൽ കഴിഞ്ഞ തവണ 13 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി ഇത്തവണ എണ്ണം 27ആക്കി വർദ്ധിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലങ്ങളായ പാല, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം എന്നിവിടങ്ങളിൽ മുന്നേറ്റം നടത്താനും മികച്ച ഭൂരിപക്ഷത്തിൽ വൈക്കത്തും ഏറ്റുമാനൂരും വിജയിച്ചതും LDF-ന് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതായത് വൈക്കവും ഏറ്റുമാനൂരും വ്യക്തമായ ലീഡ് നേടി കഴിഞ്ഞാൽ വിജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം ഈ മണ്ഡലങ്ങൾ, പാല, അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിനൊരു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഒരു ബാലികാറാമലയല്ല കോട്ടയം മണ്ഡലം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുമുന്നണി ഈ സീറ്റ് നൽകിയിട്ടുള്ളത് ജനതാദൾ എസിനാണ്. മതസ്വാധീനം ഏറെയുള്ള മണ്ഡലത്തിൽ ശബരിമലയും പിറവം പള്ളിയും പ്രചരണ വിഷയങ്ങൾ തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയം ശരണമന്ത്രമാക്കിയ BJPക്ക് തെരഞ്ഞെടുപ്പ് പാത ഇനിയും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് കണക്കുകൾ സാക്ഷ്യം നൽകുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് കോട്ടയം. 2004-ൽ 7.5% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2009-ൽ 4.6%-ലേക്കും 2014-ൽ 5.3%-ലേക്കും ഇടിഞ്ഞു. പലകുറി വിജയിച്ച മണ്ഡലമായതിനാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലം ഒരു ബാലികേറാമലയല്ല. അതേസമയം UDF-ലേക്കുള്ള മാണിയുടെ മടങ്ങിവരവും അത് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ച ചേരിതിരിവും ജോസ് കെ മാണി മണ്ഡലം അനാഥമാക്കി പോയി എന്നുള്ള ജനവികാരവുമെല്ലാം തന്നെ UDF-ൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഒപ്പം ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ 1,00,000-ത്തിനപ്പുറം വോട്ടിലേക്ക് കടക്കാൻ BJPക്കുമായിട്ടില്ല. ക്യാമറമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. പൊതുബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ സഭാ സമ്മേളനത്തിന് ഇന്ന് പാർലമെന്റ് ചേരും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് പ്രധാന അജണ്ട. രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ കേന്ദ്ര ധനമന്ത്രി രവിശങ്കർ പ്രസാദ് അവതരിപ്പിക്കും. സഭ പ്രക്ഷുബ്ധമാകും. 2014-ൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനം ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജനപ്രിയ പദ്ധതികൾ എന്ന പേരിൽ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികൾ പ്രതിപക്ഷ എതിർപ്പിന് കാരണമാകും. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ ദിവസമായ ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രധാന അജണ്ട. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ജോർജ് ഫെർണാണ്ടസിന് ആദരമർപ്പിച്ച ശേഷം
ചോദ്യോത്തരവേളയും പൂർത്തിയാക്കി നന്ദി പ്രമേയ ചർച്ചയിലേക്ക് ലോക്സഭ കടക്കും. റഫേലിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നതിനാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടും. മുത്തലാഖ് ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ലോക്സഭ കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കിയ ബിൽ രാജ്യസഭയിൽ ആദ്യമായാണ് എത്തുന്നത്. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ബിൽ അവതരിപ്പിക്കുക. മുസ്ലിം വിവാഹമോചനം ക്രിമിനൽ കുറ്റമാക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നതിനാൽ രാജ്യസഭയിൽ ബിൽ പാസ്സാകാനുള്ള സാധ്യതയും കുറവാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൗരത്വ ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നത് തുടർക്കഥയാകുന്നു. 2006 ലഭിച്ച പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുമെന്ന് മണിപ്പൂരി ചലച്ചിത്രകാരൻ അരിബം ശ്യാം ശർമ്മ പ്രഖ്യാപിച്ചു. അസം പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായ 855 പേരുടെ ബന്ധുക്കൾ രക്തസാക്ഷി പുരസ്കാരം തിരികെ നൽകിയതിന് പിന്നാലെയാണ് ഇത്. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ബിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ കൊണ്ടുവന്നേക്കില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം പുരസ്കാരങ്ങൾ തിരികെ നൽകി രേഖപ്പെടുത്തുന്നത് തുടർക്കഥയാവുകയാണ്. 2006 തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ച് മണിപ്പൂരി ചലച്ചിത്രകാരൻ അരിബം ശ്യാം ശർമ്മയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ബില്ലിനെതിരായ ജനങ്ങളുടെ വികാരം കാണാത്ത സർക്കാരിന്റെ അവാർഡ് കൈവശം വയ്ക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അസം പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായ 855 പേരുടെ ബന്ധുക്കൾക്ക് 2016 അസം സർക്കാർ രക്തസാക്ഷി പുരസ്കാരം നൽകിയിരുന്നു. ഇവരുടെ 122 കുടുംബങ്ങൾ കഴിഞ്ഞയാഴ്ച ബില്ലിൽ പ്രതിഷേധിച്ച് പുരസ്കാരം തിരികെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അരിബം ശ്യാം ശർമ്മയുടെ പ്രഖ്യാപനം. ബില്ലിനെതിരെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വടക്ക് കിഴക്കൻ മേഖലയിൽ തുടരുകയാണ്. റിപ്പബ്ലിക് ദിന ബഹിഷ്കരണം, ബൈ ബൈ ഇന്ത്യ, ഹായ് ചൈന ക്യാമ്പയിൻ, ഹർത്താലുകൾ എന്നീ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് പുരസ്കാരങ്ങൾ തിരികെ നൽകൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഭയന്ന് പൗരത്വ ഭേദഗതി ബിൽ ഇത്തവണ രാജ്യസഭയിൽ കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറായേക്കില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. INX മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തെ വിചാരണ ചെയ്യാൻ നിയമമന്ത്രാലയത്തിന്റെ അനുമതി. കേസ് അന്വേഷിക്കുന്ന CBIക്കാണ് നിയമമന്ത്രാലയം അനുമതി നൽകിയത്. ചിദംബരത്തെ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കുമെന്നും സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് BJP നീക്കമെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിനെ വെട്ടിലാക്കി കേന്ദ്ര സർക്കാർ നീക്കം. എയർസെൽ മാക്സിസ് കേസിൽ വിചാരണ നേരിടുന്ന പി ചിദംബരം INX മീഡിയ കേസിലും വിചാരണ നേരിടണമെന്ന് കേന്ദ്ര നിയമമന്ത്രാലയം. വിചാരണയ്ക്ക് അനുമതി തേടിയ CBIക്ക് നിയമമന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു. ഇതേ കേസിൽ മകൻ കാർത്തി ചിദംബരം നേരത്തെ തന്നെ വിചാരണ നേരിടുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേസ്. പി ചിദംബരം കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ INX മീഡിയയ്ക്ക് വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയതിൽ വിദേശ നാണ്യവിനിമയ ചട്ടം മറികടന്നെന്നതാണ് CBI കണ്ടെത്തൽ. വിചാരണാനുമതി കിട്ടിയ സാഹചര്യത്തിൽ പി ചിദംബരത്തെ എപ്പോൾ വേണമെങ്കിലും CBI കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ കാർത്തി ചിദംബരത്തിന്റെ 54 കോടി വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നവോത്ഥാന മൂല്യങ്ങളുടെ സന്ദേശവുമായി നാടുണർത്തി നവകേരള സാംസ്കാരിക യാത്ര പ്രചാരണം തുടരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകളാണ് സംസ്ഥാനത്ത് പ്രയാണം നടത്തുന്നത്. നാടകം ജാഥകൾക്ക് ലഭിക്കുന്നത് ആവേശകരമായ വരവേൽപ്പുകൾ. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണ സന്ദേശവുമായി പ്രയാണം നടത്തുന്ന നവകേരള സാംസ്കാരിക യാത്രയെ നെഞ്ചേറ്റുകയാണ് കേരളത്തിലെ സാംസ്കാരിക സമൂഹം. നൂറുകണക്കിന് ആളുകളാണ് നവകേരള സാംസ്കാരിക യാത്രയെ വരവേൽക്കാനായി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തുന്നത്. എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. കാസർഗോഡ് ഇരിയണ്ണിയിൽ തമിഴ് സാഹിത്യകാരൻ സു വെങ്കടേശൻ ഉദ്ഘാടനം ചെയ്ത വടക്കൻ മേഖലാ ജാഥ ജില്ലയിലെ പ്രചാരണം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിലാണ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണമാണ് ജാഥ മുന്നോട്ട് വെക്കുന്ന പ്രധാന സന്ദേശമെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. മതേതര ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിച്ചാണ് ഈ കാലഘട്ടത്തിൽ. ഇന്ത്യയെ ആകമാനം വിഭജിക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കി നിൽക്കുന്ന സംഘപരിവാറിന്റെ വർഗീയ ഭീഷണി, അതിനെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ജനങ്ങളുടെ മതേതര ഐക്യമാണ്. പക്ഷെ അത് വെറും കേവലം ആശയമായിട്ട് നിന്നാൽ പോരാ, ജനങ്ങളുടെ സംസ്കാരമായി മാറണം, ജീവിത രീതിയായി മാറണം, കുടുംബാന്തരീക്ഷത്തിലേക്ക് ഈ മതേതര ഐക്യത്തെ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ഒരു സംവാദാത്മകമായ സംഗതിയാണ്. കാസർഗോഡ് ജില്ലയിൽ പെരുമ്പള, രാവണേശ്വരം, കിനാത്തിൽ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചത്. ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് പര്യടനം. ഷാജി എൻ കരുൺ നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥ ഞായറാഴ്ച
കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. ആവേശപൂർവ്വമാണ് ജനങ്ങൾ ജാഥയെ വരവേറ്റത്. ഇരുജാഥകളും ഈ മാസം 9 തൃശൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രോഗികൾക്ക് കരുതലും സാന്ത്വനവുമായി CPIMന്റെ ചികിത്സാ പദ്ധതിക്ക് കൊല്ലം നഗരത്തിൽ തുടക്കം. തിരുമുല്ലവാരം EK നയനാർ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രമാണ് രോഗാവസ്ഥയിലുള്ളവരുടെ കണ്ണീരൊപ്പാൻ സജീവമായത്. കൊല്ലം മനയിൽ കുളങ്ങരയിൽ കിടപ്പിലായ രോഗികളെ ആരോഗ്യരംഗത്തെ വിദഗ്ധരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ജനപ്രതിനിധികളും മഹിളാ വളണ്ടിയർമാരും സന്ദർശിച്ചു. രോഗികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കിയ പ്രവർത്തകർ പരിചരണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സന്ദർശിച്ചതിന് ശേഷം അവരെ ആവശ്യമായിട്ടുള്ള ചികിത്സ ആശുപത്രി കൊണ്ടുപോയി ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുകയും അതല്ല വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാൻ പറ്റുന്നവർക്ക് വീട്ടിൽ വെച്ച് ചികിത്സ നൽകുകയും ചെയ്യുന്നതിനുള്ളൊരു പദ്ധതിയാണ്. സ്ഥിരമായിട്ട് റെഗുലറായിട്ട് തന്നെ ഈ രോഗികളെ പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുവാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള രോഗികൾക്ക് വീടുകളിൽ തന്നെ ശുശ്രൂഷ ലഭ്യമാക്കാനുള്ള ഹോം കെയർ സംവിധാനമാണ് EK നയനാർ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം പ്രസിഡന്റും CPIM സംസ്ഥാന സെക്രട്ടറി അംഗവുമായ K വരദരാജൻ, സെക്രട്ടറി M വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. എല്ലാ ആഴ്ചയിലും ഇതേപോലെയുള്ള പര്യടനങ്ങൾ നടത്തുകയും രോഗികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായവും ചെയ്യുന്നതിനുള്ള തുടർ നടപടികളും ഉണ്ടാവും. മരുന്ന് കൊടുക്കേണ്ടവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടവർക്ക് ആ നിലയിൽ ചെയ്യും. ഭക്ഷണത്തിൻ്റെ പ്രശ്നമുള്ള ചില ആളുകളുണ്ട്, അത് അക്കാര്യത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹോം കെയർ പരിചരണം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ വീണ്ടും കാണുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം, ആംബുലൻസ്, മരുന്നുകൾ, രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് നൽകുന്ന പ്രവർത്തനവും സംഘടന ഏറ്റെടുക്കും. കിടപ്പ് രോഗികളെ നിരന്തരം സന്ദർശിക്കൽ, ഭക്ഷണം, മരുന്ന്, കട്ടിൽ, വാട്ടർ ബെഡ്, കിടക്കുവിരി തുടങ്ങിയവ ഏർപ്പാടാക്കുന്നതിനും ധാരണയായി. എല്ലാ ആഴ്ചകളിലും ഭവന സന്ദർശനം നടത്തും. കൌൺസിലർമാരായ S രാജ്മോഹൻ, ആനേപ്പിൽ ഡോക്ടർ D സുജിത്, വിദഗ്ധ ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നിക്കോളാസ് ക്രിസ്റ്റി, കൺസൾട്ടന്റ് ഡോക്ടർ D ശ്രീകുമാർ, ഡോക്ടർ സിനി സുജിത് തുടങ്ങിയവർ സർവേയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. 112 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. യുവാവ് പിടിയിൽ. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നുംകൈയിൽ ഇന്നോവ കാറിൽ കടത്തിയ കഞ്ചാവാണ് പിടികൂടിയത്. KK നൌഫലാണ് അറസ്റ്റിലായത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SP-യുടെ പ്രത്യേക സംഘം നടത്തിയ നീക്കത്തിലാണ് കഞ്ചാവ് സംഘം വലയിലായത്. 1 കിൻഡൽ 12 കിലോഗ്രാം കഞ്ചാവാണ് ഇന്നോവ കാറിൽ കടത്തുമ്പോൾ പോലീസ് പിടികൂടിയത്. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുന്നുംകൈ കടുമേനി റൂട്ടിൽ ഇന്നോവ കാറിനെ പിന്തുടർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന കുന്നുംകൈ സ്വദേശി KK നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡി എന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇന്നോവ കാറിന്റെ പിൻഭാഗത്ത് നിരവധി ചെറിയ ചാക്കുകെട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്തർ സംസ്ഥാന കഞ്ചാവ് കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായതെന്ന് കരുതുന്നു. ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിതരണം ചെയ്തു വന്ന സംഘമാണ് പിടിയിലായതെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാട്ടുപാതയിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാനി ഇടുക്കിയിൽ പിടിയിൽ. ബോഡി നായ്ക്കന്നൂർ സ്വദേശി രാജ്കുമാറാണ് നെടുങ്കണ്ടം എക്സൈസിന്റെ പിടിയിലായത്. ഇടുക്കി ഡെപ്യൂട്ടി കമ്മീഷണർ MJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള നെടുങ്കണ്ടം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാജ്കുമാർ പിടിയിലായത്. രാജാപ്പാറയിൽ നിന്ന് 2 കിലോ കഞ്ചാവുമായി തമിഴ്നാട് ബോഡി നായ്ക്കന്നൂർ സ്വദേശി അറസ്റ്റിലാകുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കാട്ടുപാതയിലൂടെ അതിർത്തി കടത്തി കൊച്ചിയിലെത്തിച്ച് വിറ്റഴിക്കുകയാണ് ഇയാളുടെ പതിവ്. വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൊണ്ടുപോകുന്നതിന് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ G വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത്. കമ്പത്ത് നിന്നും കിലോയ്ക്ക് 12,000 രൂപയ്ക്ക് വാങ്ങിച്ചാണ് മൊഴി നൽകിയിട്ടുണ്ട്. പതിവായി കഞ്ചാവ് എറണാകുളം സ്വദേശികൾക്ക് നൽകുന്നതായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാജാപ്പാറയിലെ കാട്ട് വഴിയിലൂടെ നടന്ന് വന്ന് ഇവിടെ വെയിറ്റ് ഷെഡിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പിടിയിലായത്. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയും അതിർത്തിയിലൂടെ നടന്ന കഞ്ചാവ് കടത്തുന്നതായി എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുള്ളതാണ്. അതിന് പ്രകാരം നടത്തിയ പരിശോധനയിലാണ് കേസെടുത്തത്. ഇയാൾ ഇടനിലക്കാരനാണ്. പ്രതിയുടെ സഹായികൾക്കായി എക്സൈസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
റിസർവ് ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യാശ റിട്ടയർമെന്റ് ഹോം പദ്ധതി യാഥാർത്ഥ്യമായി. ആലുവയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ NS വിശ്വനാഥൻ നിർവഹിച്ചു. റിസർവ് ബാങ്കിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കായി അസോസിയേഷൻ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. ഒരേക്കർ സ്ഥലത്ത് 68 ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ളാറ്റും പരിസരവും ഹരിതമേഖലയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ വൃക്ഷത്തൈ നട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ PN നന്ദകുമാർ, PA പൗലോസ്, റിസർച്ച് ബാങ്ക് റീജിയണൽ ഡയറക്ടർ MSN സ്വാമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.